അന്വേഷിച്ചതായി അറിഞ്ഞു. മോളെ, മനസ്സുകൊണ്ട് പോലും ഇതുവരെ ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇപ്പൊ അറിഞ്ഞുകൊണ്ട് തന്നെ നിന്നെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്റെ കുടുംബം ആയുഷ്കാലം മുഴുവനും കടപ്പെട്ടിരിക്കുന്ന ഒരു നല്ല മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ മകളുടെ ഭാവി ഇന്ന് അപകടത്തിലാണ്. അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ആ മകളെ എന്റെ മരുമകളാക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തു. നീയും പ്രസാദും തമ്മിൽ സ്നേഹമാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് വാക്കുകൊടുക്കില്ലേ? ഇപ്പൊ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് പ്രസാദിന് അവളെ ഇഷ്ടമില്ലെന്ന് വരുമോ? അതോ കാലില്ലാത്തത് കൊണ്ട് അവൻ അവളെ ഇഷ്ടമില്ലെന്ന് വരുമോ? അവന്റെ മനസ്സിൽ നിന്ന് നിന്നെ പറിച്ചറിയാൻ മറ്റൊരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നത്. ഗീതേ, ദൈവം നിനക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. നിന്റെ നല്ല മനസ്സിൽ പ്രസാദ് അല്ലെങ്കിലും നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടും. അമ്മേ, മനസ്സൊരുത്തിന് കൊടുത്തിട്ട് മറ്റൊരുത്തന്റെ ഭാര്യയാകാൻ പറയുന്ന നിങ്ങളും ഒരു സ്ത്രീയാണോ എന്നായിരിക്കും നീ ആലോചിക്കുന്നത്. മോളെ, ശരീരം കളങ്കപ്പെടുത്തി മറ്റൊരുത്തന്റെ ഭാര്യയാവുന്നതാണ് പാപം. നീ അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. എന്നെ അത്രയ്ക്ക് വിശ്വാസമാണോ? കാരണം നീ സ്നേഹിക്കുന്നത് എന്റെ മകനെയാണ്. അതിന് ഞാനെന്ത് ചെയ്യും അമ്മേ? അവൻ നിന്നെ മറക്കാതെ വേറെ ഒരു മാർഗവുമില്ല മോളെ. എങ്കിൽ ഒരു ഞൊണ്ടിപ്പെണ്ണിന് ജീവിതം കൊടുത്ത പുണ്യം നിനക്ക് കിട്ടും. എന്റെ വാക്ക് പാലിക്കാൻ കഴിഞ്ഞാൽ ഞാൻ എന്നും നിന്നോട് കടപ്പെട്ടവളായി. നിന്റെ മനസ്സിന് ഏത് ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യുമോളെ.